എന്ന് പറഞ്ഞാൽ അത് ജൂത സംഘടനയാണ്. വലിയ കണ്ടെത്തലാണ്. ജൂത സംഘടനയാണ്. കാരണം വിസ്തത്തിൻ്റെ ലോഗോ അത് ജൂതന്മാരുതാണ്. അപ്പം നമ്മളതിന് ശരിക്കും മറുപടിയാണ് കൊടുത്തു. വിസ്തം എന്ന് പറഞ്ഞാൽ അൽ ഹിക്മ എന്നാണ് എൻ്റെ അറബി പദം. കരിമ്പിലാക്കിൽ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പോൾ 7 തവണ വിശുദ്ധ ഖുർആൻ ഹിക്മ എന്നുണ്ട്. പിന്നെ ലോകം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞെന്താ അറിയോ? കേട്ടോളി. ഞാൻ ഈ വിസ്തത്തിൻ്റെ പേരും ലോഗോയും ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ മാത്രമല്ല, മൻസൂർ അലിയും അത് കാര്യമായിട്ട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് മറുപടി എന്താണോ? അത് അൽ ഹിക്മ എന്നുള്ള പേര് ഖുർആനിൽ എത്ര സ്ഥലം പറഞ്ഞു? 7 സ്ഥലം അല്ലേ? അങ്ങനത്തെ പറഞ്ഞു. അത്രയും സ്ഥലത്തെല്ലാം ഉണ്ട്. അതിന് എടുത്തിട്ടാണ്. അപ്പം നമ്മൾ ചോദിച്ചത് ലോഗോ അവിടെ നട്ടിയെന്ന്. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമാണോ എന്നാണ്. വലിയ വിഷയമൊന്നുമല്ല. ഞങ്ങളും വിഷയാക്കൂല. ഞങ്ങളും വിഷയാക്കൂല. പിന്നെ എന്താ വിഷയാക്കിയത്? നിങ്ങളാണ് ഇവിടെ വിഷയാക്കിയത്. വിസ്തത്തിൻ്റെ ലോഗോ, വിസ്തത്തിൻ്റെ പേരും ജൂദായിസ നിങ്ങളാണ് അലിമദിനി അല്ല പിന്നെ കരിമ്പിലാക്കൽ മൊലി നിങ്ങളാണ് അവിടെ പറഞ്ഞത്. ഇതൊരു ബാക്കി പറയട്ടെ. നിങ്ങൾ ഒരു ജൂത സംഘടനയുടെ പേരും ലോഗോയും സ്വീകരിച്ചാലും ഞങ്ങൾ ഒരുപക്ഷെ വിഷയമാക്കില്ലായിരുന്നു. പക്ഷേ ഇതെന്തിന്റെ ഭാഗ? നിങ്ങളുടെ പ്രചരിപ്പിക്കുന്ന ആശയത്തിന്റെ അഡ്രസ് എവിടെയാ? ഖുർആൻ പറഞ്ഞില്ലേ, അലം തറ ഇലല്ലദീന ഊതു നസീബൻ മിനൽ കിതാബി യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. ജിബ്തിൽ അഥവാ സിഹിറിലും താഗൂത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അല്ലേ? ആരാണവർ? ജൂതരും അതുപോലെ വേദക്കാർ എന്ന് പറയുന്ന ടീം. അവരെയാണ് അള്ളാഹു ശപിച്ചത്. ആ ജൂതന്മാരുടെ വിശ്വാസമാണ് സിഹിറുള്ള വിശ്വാസം. ആ ജൂതന്മാരുടെ വിശ്വാസമാണ് സിഹിറിലുള്ള വിശ്വാസം. എന്നിരിക്കെ അതുപോലെ അതിന്റെ അനുബന്ധമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ആ രൂപത്തിലേക്കല്ലേ? അതിന്റെ അനുബന്ധമായിട്ടാണ് നിങ്ങളുടെ പേരും നിങ്ങളുടെ ലോഗോയും ഞങ്ങൾ അന്വേഷിച്ചത്. അപ്പോ നിങ്ങൾക്ക് ഖുർആനിലുള്ളത് കൊണ്ടാണ് അങ്ങനെ പേരിട്ടെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ലോഗോ ന്യായീകരിക്കാൻ കഴിയില്ല. ഇപ്പം എന്താ പറഞ്ഞത്? അപ്പൊ വിസ്തത്തിന്റെ ആദർശം ജൂതന്റെ ആദർശമാണ്. തെളിവെന്താ? യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. സിഹിറിൽ വിശ്വസിക്കുക എന്നുള്ളത് ജൂതന്മാരുടെ ആദർശമാണ്. അതുകൊണ്ട് വിസ്തം ജൂതായുസമാണ്. കരിമ്പിലാക്കൽ മൂലം ശരിക്കും ശ്രദ്ധിച്ചു. ഞാൻ പറഞ്ഞത് ആയത്തോതിയാണ് പോയാൽ പറയാം. നിങ്ങളിവിടെ പറഞ്ഞെന്താ അറിയോ? ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. ഇവിടെ ശിർക്കിന് ഫലം ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. ഞാൻ ചോദിക്കുന്നു, ഇത് എൻ്റെ കയ്യിലെ ശബാബാണ് ശരിക്ക് ഇവിടെ കരിമ്പിലാക്കൽ മൂലം മറുപടി പറയണം. ഇവിടെ നിങ്ങൾ തൊള്ളി തോന്നി പിന്നെ ആയത്തിൽ തൊള്ളി തോന്നി അർത്ഥം പറഞ്ഞു പോകരുത്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. എൻ്റെ കഴിഞ്ഞ പ്രശ്നത്തിൽ ഞാൻ അവിടെ നിങ്ങൾക്ക് പൊളിച്ചെന്നതാണ്. യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. സിഹിറിന് ഹഖീഖത്തുണ്ടെന്ന് വിശ്വസിക്കൽ ജൂദായിസമാണെങ്കിൽ കേട്ടോ, പൂർവികരും ആധുനികരുമായ സലഫികൾ മഹാഭൂരിപക്ഷവും സിഹിർ ഫലിക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ഫലിക്കുകയുണ്ടായിട്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ഏതിയ ആളെ പിടിച്ചോ? അബ്ദുസ്സലാം സുല്ലമി. ഞാൻ ചോദിക്കുന്നു കരിമ്പിലാക്കൽ മൗലവി, ഈ സലഫികൾപ്പെട്ട പൂർവികരും ആധുനികരുമായ മഹാഭൂരിപക്ഷം സലഫികൾ അവർ ജൂതന്മാരാണോ? പറയണം. ഇവിടെ പരപ്പനങ്ങാടി വന്നിട്ട് അത് കേസ് ബന്ധമില്ല. ഇത് പറയും. നിങ്ങളിവിടെ ആയത്തോതിയല്ലോ യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത്. അതുകൊണ്ട് വിസ്തത്തിന്റെ ആദർശം ജൂദായിസമാണ്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, പൂർവികരും ആധുനികരുമായ, ഇത് അബ്ദുസ്സലാം സലമി പിന്നെ കുറച്ചാക്കിയിട്ടുള്ളൂ, ബുഹാബൂരിസലും മുഴുവൻ സലഫികളും, പൂർവികരും ആധുനികരുമായ മുഴുവൻ സലഫികളും, നിങ്ങളെ കുറച്ച് മുഅ്തസിലിയാക്കളുടെ ഉസ്താദത്തെന്ന് ഇമാം റാജി പറഞ്ഞ ചില ചണ്ടികളല്ലാതെ എല്ലാവരും സിഹിർ അംഗീകരിക്കുന്നുണ്ട്. ഇവരൊക്കെ ജൂതന്മാരാണോ? ഇതാ കെ.എം. മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജൂതനാണോ? നിങ്ങൾ പറയ്. എന്താ കെ.എം. മൗലവി എഴുതിയത്? സിഹിറിന് ഫലം ഉണ്ടോന്നും അല്ലാന്നോ? സിഹിറിന് ഫലമുണ്ട് എന്നാണ് മഹാനായ കെ.എം. മൗലവി റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുള്ളത്. 4-ാം ചോദ്യത്തിന്റെ ഉത്തരം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നിപ്പിച്ച് അന്യോന്യം വിരോധികളാക്കി തീർക്കുന്നത് സിഹിറിന്റെ ആഭിചാരത്തിന്റെ ഫലത്തിൽപ്പെട്ടതാകുന്നു. ഞാൻ ചോദിക്കുന്നു, യുഅ്മിനൂന ബിൽ ജിബ്തി വത്താഗൂത്ത് കെ.എം. മൗലവിക്ക് തിരിഞ്ഞിട്ടില്ലേ? സലഫികൾക്ക് തിരിഞ്ഞിട്ടില്ലേ? ഇവിടെ കരിമ്പിലാക്കല്ല തിരിഞ്ഞത്. നിങ്ങൾ ആരെയാണ് ജൂതനാക്കുന്നത്? നിങ്ങൾ വിസ്തത്തിന്റെ നേരെ ആയത്തോതാണോ? ഈ ആയത്ത് അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ നേരെയാണ് ചെല്ലുന്നത്. റസൂലുള്ളാഹിയാണ് സിഹിറിനെ ഹഖീഖത്ത് പഠിപ്പിച്ചത്, അല്ല അള്ളാഹിന്റെ നേരെയാണ് ചെല്ലുന്നത്. സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്തും സൂറത്ത് ഫലഖിലെ ആയത്തും സിഹിറിന് ഹഖീഖത്തുണ്ടെന്ന് ലോകത്ത് അഹ്ലുസുന്നക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അവർ യുഅ്മിനൂന ബിൽ ജിബ്തി കണ്ട ആയത്തുകൾ കണ്ട പണ്ഡിതന്മാരാണ്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? വിസ്തത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ ജൂദായിസമാണ്. ഞാൻ പറയുന്നു, അത് ജൂദായിസം നിങ്ങളുടെ കയ്യിലാണുള്ളത്.
ഇത് ചേകനൂരിന്റെ ആദർശം പേര് നടക്കുന്നവരാ നിങ്ങൾ. ഇവിടെ കേരളത്തിൽ ആരാ സിറാദി നിഷേധിച്ചത്? മുജാഹിദികളാണോ? ഇവിടെ ചേകനൂർ വന്നു, CN അഹമ്മദ് വന്നു, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വന്നു, ഖാദിയാനികൾ വന്നു. എല്ലാ പേച്ച കക്ഷികളും സിഹറിനെ നിഷേധിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ട്. അഹ്ലുസുന്ന നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് ചേകനൂരിസത്തിന്റെ ആദർശം അത് അഹ്ലുസുന്നയുടെ ആദർശമായി കൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിക്കോ. അത് അഹ്ലുസുന്നയുടെ ആദർശം, അതാണ് ജൂദായിസം. ഈ ഹദീസിനെ നിഷേധിക്കുക എന്നതാണ് മർക്കസ് ദഅവക്കാരെ നിങ്ങൾ ജൂദായിസത്തിൽ പെട്ടുപോയിട്ടുണ്ട്.